യാദൃച്ഛികത ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ വന്നു വീഴും. അതാരും പിടിച്ചുകൊണ്ട് വരുന്നതല്ല, അത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്. കാലം പലതും കാത്തുവെക്കും. അത് രോഗങ്ങളുടെ രൂപത്തിൽ, അപകടങ്ങളുടെ രൂപത്തിൽ, അത്യാഹിതങ്ങളുടെ രൂപത്തിൽ വല്ലാത്ത തീരാവേദന തരുന്ന കാവ്യനീതിയുമുണ്ട്, സന്തോഷം തരുന്നതുമുണ്ട്. ലോട്ടറി അടിക്കുന്നത് നോക്കൂ, സർപ്രൈസുകൾ കിട്ടുന്നില്ലേ? ആളുകൾക്ക് സർപ്രൈസ് കിട്ടുന്നുണ്ട്. വളരെ സർപ്രൈസ് കല്യാണം പോലും നടക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. രാവിലെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഒരാൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഗൾഫിൽ നിന്ന് വന്നൊരാൾ പോവുകയാണ്. പഴയ കഥയാണ് കേട്ടോ, കഥയെല്ലാം നടന്ന സംഭവം. അദ്ദേഹം ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ, നല്ല സാമ്പത്തികമുള്ള ആളാണ്. വണ്ടിയിൽ പോകുമ്പോൾ റോഡിൻ്റെ സൈഡിലുള്ള ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഒരു പെൺകുട്ടി തൂത്തുകൊണ്ട് നിൽക്കുന്നു. വളരെ സമ്പന്നതയില്ലാതെ, ഒരു സമ്പത്തുമില്ലാത്ത വളരെ ദരിദ്ര കുടുംബമാണ്. വീട് കണ്ടാൽ തന്നെ അറിയാം. ചാണകം മെഴുകിയ, ഓല കെട്ടിയ ചെറിയ വീടാണ്. ഒരു സംവിധാനവും ഇല്ല, അത് കണ്ടാൽ തന്നെ അറിയാം. പക്ഷേ ആ പോയ കാറിൽ ഇരുന്ന ആൾ അന്ന് ഇന്നത്തെ പോലെയല്ല ദുബായിൽ. അന്ന് ദുബായിൽ നിന്നൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ, അമ്മ, മക്കൾ, ബന്ധുമിത്രാദികളെല്ലാം പോയി എയർപോർട്ടിൽ പോയി വിളിക്കും. അപ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഈ ഇതുവഴി പോയപ്പോൾ ഈ തൂത്തുകൊണ്ട് നിന്ന പെൺകുട്ടിയെ കണ്ടുകൊണ്ട് പോയ വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ട് വണ്ടി ബാക്കിലോട്ട് എടുക്കാൻ പറഞ്ഞു ഡ്രൈവറോട്. ഈ ഗൾഫിൽ നിന്ന് വന്ന ആൾ വണ്ടി ബാക്കിലോട്ട് എടുത്ത് ഒന്നുകൂടി ആ പെൺകുട്ടിയെ നോക്കിയിട്ട് അയാൾ പോയി. പിറ്റേ ദിവസം ഒരാഴ്ച കഴിഞ്ഞു, അയാൾ ഫ്രീ ആയപ്പോൾ ആ വീട്ടിൽ പോയി കല്യാണം ചോദിച്ചു. അവർ അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെ സംഭവിക്കുന്നു? പക്ഷെ കല്യാണം നടത്തി. മുഴുവൻ സ്വർണവും എല്ലാം, അന്ന് ഈ സ്വർണത്തിനൊക്കെ വലിയ പ്രാധാന്യമുള്ള സമയം, കല്യാണ ചെലവും എല്ലാം ആ ഭർത്താവിൻ്റെ വീട്ടുകാർ നടത്തിക്കൊണ്ടുപോയി. ഇതിന് സമാനമായി ബാലചന്ദ്ര മേനോൻ തിരുവനന്തപുരത്തൊരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ മറ്റോ വരുന്നതിന് വേണ്ടി ഈസ്റ്റ് പോർട്ടിൽ ഒരു ഹോട്ടലിൽ താമസിച്ചു. അദ്ദേഹം അവിടുത്തെ ഈ കോട്ടയാടിൽ ഇരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് അപ്പുറത്തെ ഒരു ഹോട്ടലിലോ ഒരു സ്ഥലത്ത് മുകളിൽ ഒരു പെൺകുട്ടി ഈ അയയിൽ തുണി എന്തോ വിരിക്കുകയായിരുന്നു. അതിനെ കാണുകയും ബാലേന്ദ്ര മേനോൻ്റെ കണ്ണിലത് പെടുകയും അങ്ങനെ ഒരു അധ്യാപകൻ്റെ മകളായ ബാലേന്ദ്ര മേനോൻ്റെ മകളെ ബാലേന്ദ്ര മേനോൻ വളരെ സാധുവായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ചെയ്തു. ഇതൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കർമ്മബന്ധങ്ങളുടെയും കാലത്തിൻ്റെ കാവ്യനീതിയുമാണ്. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത്. മെയ് 4-നാണ് നമ്മുടെ നിയമസഭ റിസൾട്ട് വരുന്നത്. ഏപ്രിൽ 9 കേരളത്തിൽ നടക്കുന്നു തെരഞ്ഞെടുപ്പടക്കം. മെയ് 4 റിസൾട്ട് വരും. മെയ് 4 എന്ന് പറയുന്നത് നമുക്ക് വളരെ വലിയ, ചരിത്രത്തിൽ വളരെ വലിയ ഒരു പ്രശ്നം നടന്ന ദിവസമാണ്. അന്നാണ് ശരിക്ക് പറഞ്ഞാൽ ഈ എന്ത് സംഭവിച്ചത്, നമ്മുടെ ടി പി ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്നത്. ഒരു മെയ് 4-നാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വധം നടന്നത്. അപ്പോൾ ടി പി ചന്ദ്രശേഖരനെ 2012 എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 14 വർഷങ്ങൾക്ക് മുമ്പ് 2012 മെയ് മാസം 4-ാം തീയതിയാണ് ഓഞ്ചിയത്ത് വച്ച് ബൈക്കിൽ പോവുകയായിരുന്ന, ബേക്കറിയിലോ മറ്റോ കയറിയിട്ട് ഇറങ്ങിയ ടി പി ചന്ദ്രശേഖരനെ ഒരു സംഘം ആളുകൾ വളഞ്ഞ് 51 വെട്ടുവെട്ടി കൊന്നത്. അപ്പോൾ എന്തായാലും ടി പി ചന്ദ്രശേഖരൻ വധത്തിൻ്റെ ആ ദിവസം കോഴിക്കോട് ജില്ലയിലെ ഓഞ്ചിയം പഞ്ചായത്തിൽ ആ ടി പി ചെയ്ത തെറ്റ്, അതാണ് രസകരം. ടി പി ചെയ്ത തെറ്റ് അദ്ദേഹം CPM-നകത്തുള്ള അദ്ദേഹത്തിന് ആദർശപരമായി, ആശയപരമായി നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ VS അച്യുതാനന്ദൻ്റെ ഒരു ശിഷ്യനായിട്ടൊക്കെ നിന്ന ആളാണ്. സ്വാഭാവികമായിട്ട് ഓഞ്ചിയം പഞ്ചായത്തിലെ ഭരണം ജനതാദളിന് കൊടുത്തതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടായ അവിടെ ഉണ്ടായ പ്രാദേശിക പ്രശ്നത്തിൽ, ആശയപരമായ കാര്യത്തിൽ, അല്ലാതെ ഒരു അഴിമതിയിൽ പാർട്ടി പുറത്താക്കൊന്നുമല്ല, ആശയപരമായ കാര്യത്തിൽ ടി പി ചന്ദ്രശേഖരൻ പുതിയൊരു RMP റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി ഉണ്ടാക്കി. അതിൽ അവിടെ ഓഞ്ചിയം പഞ്ചായത്ത് ഭരണം പിടിച്ചു. ഓഞ്ചിയം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളുടെ പറുദീസയാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയുന്നൊരു സ്ഥലമില്ല. എല്ലാവരുടെയും രക്തത്തിലും മജ്ജയിലും മാംസത്തിലും ഹൃദയത്തിലും ലിവറിലും മൂത്രത്തിലും മലത്തിലും ശരീരത്തിലെ സകല അവയവങ്ങളിലും സകല സ്ഥലത്തും, അങ്ങനെ പറയാനാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. കമ്മ്യൂണിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസം ഒന്നുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേക CPM ഇങ്ങനെ രക്തത്തിൽ ഓടുന്ന, കുടിക്കുന്ന വെള്ളം CPM, വായിക്കുന്ന പത്രം ദേശാഭിമാനി, കാണുന്ന ചാനൽ കൈരളി, അങ്ങനെ വളരെ വലിയ CPM ആയിരുന്ന ഒരു പഞ്ചായത്തിലാണ്
ഈ സംഭവമുണ്ട്. ആ പഞ്ചായത്താണ് TP ചന്ദ്രശേഖരൻ കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് ഇത് സംഭവിച്ചത്. 51 വയസ്സാണ് ചന്ദ്രശേഖരന് ആ പ്രായത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ 14 വർഷം കഴിഞ്ഞു 65 വയസ്സാകുമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു കാറിൽ വന്ന കുറച്ച് പേരാണ്, ഇന്നോവ കാറിൽ വന്ന കുറച്ച് പേരാണ് അദ്ദേഹത്തെ വെട്ടി കൊന്നത്. 51 വെട്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ 55ഓളം വെട്ട് മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. അത് വലിയ അന്വേഷണമൊക്കെ നടന്നു, കുറച്ച് പേര് ജയിലിലൊക്കെ ആയി. പക്ഷെ എന്തായാലും അത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കുറേ കുറ്റവാളികളും അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ അതുവരെ സംഭവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം അത് നടന്നതുകൊണ്ടാണ് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് അത് വീണ്ടും ഒന്ന് ചർച്ചയ്ക്ക് വയ്ക്കണം, അല്ലെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരുന്നത്. കാരണം എത്രയോ തിരഞ്ഞെടുപ്പുകൾ, ഞാനൊക്കെ കോളേജിൽ പഠിച്ചതാണ്, ആ കോളേജിലെല്ലാം തല്ലുണ്ട്, എത്രയോ പേർ പരസ്പരം കൊന്നിരിക്കുന്നു, തെരഞ്ഞെടുപ്പ് തർക്കത്തിനിടയിൽ കൊന്നിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ എതിരാളികളെ കൊന്നിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഇതങ്ങനല്ല സംഭവിച്ചത്. ഇത് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളല്ല കൊന്നത്. കൊട്ടേഷൻ കൊടുത്ത് വെളിയിൽ നിന്നുള്ള ഒരു ടീം വന്ന് ഒരു പാർട്ടിയിൽ നിന്നൊരാൾ മാറി വേറൊരു പാർട്ടി ഉണ്ടാക്കി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 55 വെട്ട്, 51നും 55നും 2 കണക്ക് പറയുന്നുണ്ട്, വെട്ടി ഒരാളെ മുഖത്തുവൊക്കെ വെട്ടേറ്റപ്പോൾ അതൊരു കേരള രാഷ്ട്രീയത്തിലെ ഒരു കറുത്ത അധ്യായം തന്നെയാണ്. അതിന് എത്ര കാലം കേരളം ഉണ്ടാവോ അത്രയും കാലം കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത് കാണും. ഇനി കേരളം കടലെടുത്ത് പോയാലും കടലിൻ്റെ അടിയിൽ ആ ദിവസം കിടക്കും. 2012 മെയ് 4 എന്ന് പറയുന്നത്. അത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. അച്യുതാനന്ദൻ ഈ മരണവുമായി ബന്ധപ്പെടുത്തി അച്യുതാനന്ദൻ അന്ന് CPM നിൽക്കുകയാണ്. അദ്ദേഹത്തിനോട് പോകരുത് എന്ന് പറഞ്ഞിട്ടും നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന, ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയമാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷവും നടക്കുന്ന സമയത്തും അച്യുതാനന്ദൻ അവിടെ പോയിരുന്നു. KK രമ എന്ന് പറഞ്ഞ ഭാര്യയെ കണ്ടിരുന്നു. KK രമ ഇപ്പോൾ MLA ആണ്, വീണ്ടും മത്സരിക്കുകയാണ്. അതൊക്കെ UDF വരുമോ LDF വരുമോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ചരിത്രത്തിനൊരു കാവ്യനീതിയുണ്ട്. ആ കാവ്യനീതിയുടെ ഭാഗമാണ് മെയ് 4 എന്ന് പറയുന്നത്. അന്ന് TP ചന്ദ്രശേഖരനെ കൊന്ന ദിവസമാണ്. അത് ആ ദിവസമാണ് കേരളത്തിൽ CPMൻ്റെ അല്ലെങ്കിൽ CPM നേതൃത്വം നൽകുന്ന മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ഫലം, എല്ലാവർക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ചന്ദ്രശേഖരനോടുള്ള ഒരു ആത്മബലിയായി മാറുമോ എന്നുള്ളൊരു ഭയം തീർച്ചയായും ഉണ്ട്. അങ്ങനെ വന്നാൽ അത് കാലത്തിൻ്റെ വല്ലാത്തൊരു കണക്ക് തീർക്കലാകും, കാലത്തിൻ്റെ കാവ്യനീതിയായിരിക്കും.